ലവേഴ്സ്. സോ നമ്മുടെ മെഡിക്കൽ ജർമ്മൻ പാർട്ട് സീരീസിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വെൽക്കം. സോ ആദ്യത്തെ രണ്ട് സീരീസ് നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാം ആദ്യം പറഞ്ഞ വേർഡ്സ് സെന്റൻസ് എല്ലാം പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ മെഡിക്കൽ ജർമ്മനും ജർമ്മൻ ബീറ്റും അല്ലാതെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം ജർമ്മനിയിൽ നമ്മൾ വരുന്നതിന് മുമ്പ് പഠിച്ചിരിക്കേണ്ടതുണ്ട്. പക്ഷെ ജർമ്മനി വരുന്നതിന് മുമ്പ് പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഇതായിട്ട് പഠിക്കാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് കുറെ കാര്യങ്ങൾ അറിഞ്ഞു വെക്കാൻ പറ്റും. അതെന്താന്നുള്ളത് ഞാൻ വീഡിയോ വേണ്ടി പറയാം. നമുക്ക് നമ്മുടെ ജർമ്മൻ മെഡിക്കൽ സീരീസിലോട്ട് കടക്കാം. സ്വാഗതം. സോ നമ്മുടെ ബെഡ് മേക്കിംഗ് എന്നുള്ളത് നഴ്സിംഗിന്റെ വളരെ ബേസിക് പ്രൊസീജിയർ. സോ ഈ ബെഡ് മേക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പേഷ്യന്റിനോടുള്ള നമ്മൾ എന്തൊക്കെയാണ് പേഷ്യന്റിനോട് പറയാൻ സാധ്യതയുള്ള സെന്റൻസുകൾ എന്നുള്ളത് നോക്കാം. വെച്ചാൽ അത് വളരെ ബേസിക് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. നമ്മൾ മിക്ക ദിവസവും രാവിലെ ചെയ്യുന്ന, നമ്മുടെ നാട്ടിൽ മിക്ക ദിവസവും രാവിലെ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ. പക്ഷെ ഇവിടെ അത്ര രാവിലെ അല്ല, ഇടയ്ക്കിടയ്ക്ക് ഓഫ്റ്റായിട്ട് ചെയ്യുന്നില്ല, വല്ലപ്പോഴും മാത്രം ചെയ്യുന്ന ഒരു പ്രൊസീജിയർ. പക്ഷെ ഇവന്തോ നമുക്ക് അതിന്റെ സെന്റൻസുകളെല്ലാം പറഞ്ഞിരിക്കാം. ഫസ്റ്റ് വൺ നമുക്ക് എന്താണ് ബെഡ് എന്താണെന്ന് പറയണം. അതെന്താണ് ബെഡ്. സോ ബെഡിന് പറ്റുവാണെങ്കിൽ പിക്ചർ ഞാൻ കാണിക്കാം. ബെഡ് എന്നാണ് ബെഡിന് പറയുന്നത്. BETT എന്ന് ഇംഗ്ലീഷിൽ പറയും. സോ നമ്മളൊരു പേഷ്യന്റ് അടുത്ത് ചെന്നിട്ട് ബെഡ് മേക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്താ പറയാ, എൻഷുൽഡിഗും. അത് നമ്മൾ എന്ത് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് പറയാം, ഗുഡ് മോർണിംഗ്. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിൽ എൻഷുൽഡിഗും പറയാം. സോ എന്നിട്ട് എന്താ പറയാ, ഇഷ് മോഷ്ടെ ഇയറെ ബെഡ് മാഹൻ, ഇഷ് മോഷ്ടെ ഇയറെ ബെഡ് മാഹൻ. പറ്റുവാണെങ്കിൽ നമ്മൾ ഇതിന്റെ അകത്ത് എഴുതിയും കൂടെ കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് എഴുതി വെച്ച് പഠിക്കും കൂടെ ചെയ്യാം. എനിക്ക് ഇപ്പൊ തന്നെ നിങ്ങളുടെ ബെഡ് മേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരു ഒറ്റ വേർഡും കൂടെ ആഡ് ചെയ്താൽ മതി. ഇഷ് മോഷ്ടെ എറ്റ്സ് ഇയറെ ബെഡ് മാഹൻ, ഇഷ് മോഷ്ടെ എറ്റ്സ് ഇയറെ ബെഡ് മാഹൻ, ഇയർ ബെഡ് മാഹൻ. അപ്പൊ നമ്മൾ അവരോട് പറയേണ്ടത് എന്താ, കണ്ടൻസി ബിറ്റ് ഔസ്റ്റേൻ എന്ന് വെച്ചാൽ അവർക്ക് എണ്ണിച്ചിരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കണം. ബിക്കോസ് നമ്മൾ ഒന്ന് എണ്ണിച്ച് നിൽക്കാമോ, നല്ല നമുക്ക് ബെഡ് മേക്ക് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും കണ്ടൻസി ബിറ്റ് ഔസ്റ്റേൻ. അപ്പൊ അവർ എണ്ണിക്കുന്ന സമയത്ത് അവർക്ക് മിക്കവാറും വേണ്ട ഒരു കാര്യമായിരിക്കും ഹെൽപ്പ്. അപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ ചാടി കയറി അവരെ പിടിക്കത്തില്ല. പകരം നമ്മൾ അവരോട് ചോദിക്കും ബ്രൗഹൻ സി ഹിൽഫെ, ബ്രൗഹൻ സി ഹിൽഫെ എന്ന് വെച്ചാൽ ഡു യു നീഡ് ഹെൽപ്പ്. നമ്മൾ അവർ ഓൾറെഡി എണ്ണിക്കുവാണ്, ആ സമയത്ത് അവർക്ക് നമ്മുടെ ഹെൽപ്പിന്റെ ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആ സമയത്ത് തന്നെ നമുക്ക് ചോദിക്കാവുന്ന കാര്യമാണ് കനൻസി പറ്റിയ അലേനെ ഔസ്റ്റേൻ. നിങ്ങൾക്ക് തന്നെ എണ്ണിച്ചിരിക്കാൻ പറ്റും. കനൻസി പറ്റിയ അലേനെ ഔസ്റ്റേൻ. നമ്മൾ കുറച്ചുകൂടെ സ്പീഡാകും, കുറച്ചും കൂടെ ഔസ്പ്രാഹ കറക്റ്റ് ആകും. ഇവിടെ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ പറയുമ്പോൾ ഓരോരോ വേർഡ് പെറുക്കി പറയണമെങ്കിലും അവിടെ എത്തുമ്പോൾ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അതിലോട്ട് നമ്മളങ്ങ് സെറ്റ് ആയിക്കോളും. നമുക്ക് അടുത്ത് വരുന്നൊരു മെറ്റീരിയലാണ് നമ്മുടെ കോപ്പ് കിസൺ അഥവാ തലേണ. സോ പില്ലോ എന്ന് പറയും. സോ നമുക്ക് അടുത്തത് വരുന്നതാണ് പില്ലോ കേസ്. അതിന് പറയുന്നതാണ് കോപ്പ് കിസൺ. സോ മൊഷൻസിയുടെ കോപ്പ് ബെസ്യൂക്ക് വെക്സലും എന്ന് വെച്ച് കഴിഞ്ഞാൽ പില്ലോ കവർ. കോപ്പ് ബെസ്യൂക്ക് എന്ന് പറഞ്ഞാൽ പില്ലോ കവർ. മൊഷൻസി ഈറെ കോപ്പ് ബെസ്യൂക്ക് വെക്സലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്യൂക്ക് എന്ന് പറയുന്നത് കോപ്പ് ബെസ്യൂക്ക് എന്നൊക്കെ പറയുന്നത് പില്ലോ കവർ അല്ലെങ്കിൽ ബെഡ് കവറിനെയാണ് ബെസ്യൂക്ക് എന്ന് പറയുന്നത്. വെക്സലൻ ചെയ്യണമെന്ന്. ഇപ്പൊ കിടക്കുന്ന തന്നെ ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ കിടന്നുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇട്ട് നമ്മൾ പേഷ്യൻസിന്റെ ബെഡ് വെക്സൽ ചെയ്യണം. ആ സമയത്ത് നമ്മൾ പേഷ്യന്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പേഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് ഇവിടുത്തെ ഹോസ്പിറ്റലും പഠിക്കാൻ വരുന്നവർക്കൊക്കെ ആണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഒരു കിടക്കുന്ന ഒരാളോടൊക്കെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടാണോ കിടക്കുന്നതെന്ന് ചോദിക്കുന്നതിന് ലേഗൻസി സോ ബെക്യൂം, ലീഗൻസി സോ ബെക്യൂം. ബെക്യൂം എന്നാണ് കംഫർട്ടിന്റെ വേർഡ്. ഇപ്പൊ ബീറ്റ് പഠിച്ച ഒരാൾക്ക് വെക്യൂമും ലീഗനും എന്താണെന്ന് അറിയായിരിക്കും. ലീഗൻ മീൻസ് കിടക്കൂ, ബ്ലൈബൻ അല്ലെങ്കിൽ കിടക്കുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ബെക്യൂ മീൻസ് കംഫർട്ടബിൾ. ലീഗൻസി സോ ബെക്യൂ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് സെന്റൻസ് അവിടെ യൂസ് ചെയ്യാന്നുള്ളത് പറ്റുവാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. നമുക്കിനി വാഷിന്റെ സമയത്ത് അഥവാ നമ്മൾ കുളിപ്പിക്കുന്ന സമയത്ത് പേഷ്യന്റിനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പേഷ്യന്റിനോട് എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മൾ പേഷ്യൻസിന് ഇവിടെ ഹെയർ അല്ലെങ്കിൽ ഫ്രൗ ചേർത്തിട്ടാണ് നാക്നാമയാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ നാക്നാം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് നെയിം. ഇപ്പം zum Beispiel ഫോർ എക്സാമ്പിൾ ഹമുള്ള brauchen Sie Hilfe bei Kopfteil waschen. നിങ്ങൾക്ക് ഹെൽപ്പ് വേണോ എന്തിന്, കോപ്പർ ബോഡി എന്നുവെച്ചാൽ ബോഡി വാഷ് മീൻസ് വാഷ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് വേണോ. brauchen Sie Hilfe bei Kopfwaschen. അല്ലെങ്കിൽ brauchen Sie Unterstützung. നിങ്ങൾക്ക് ഒരു Unterstützung അത് സെയിം മീനിങ്, ഹെൽപ്പ് വേണോ, Unterstützung വേണോ. brauchen Sie Unterstützung bei Kopfwaschen. നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വേണോ ബോഡി കഴുകാനായിട്ട് എന്നുള്ളത് വേറൊരു സിനോണിമായിട്ട് വേറൊരു സെന്റൻസിൽ നമ്മൾ ചോദിക്കുന്നതാണ്. സോൾ ഇഷ് ഈനൻ അൻ വാഷ് ബെക്കൻ ഹെൽഫൻ. വാഷ് ബേസിന്റെ അവിടെ പോയി നിന്നിട്ടാണ് ഇവിടെ ഒരുപാട് പേര് വാഷ് ചെയ്യുന്നത്. സോ നമുക്ക് അവരോട് ചോദിക്കാം സോൾ ഇഷ് ഈനൻ അൻ വാഷ് ബെക്കൻ ഹെൽഫൻ. നിങ്ങളെ ആ വാഷ് ബേക്കന്റെ അവിടെ നിന്ന് ഇത് കോപ്പർ ടൈൽ വാഷ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കാം.
സോ അൻസ് എന്ന് ഉപയോഗിക്കുന്നതിന്റെ കാര്യം ഇന്നും ദസും കൂടെ യൂസ് ചെയ്യുമ്പോൾ ഇൻ പ്ലസ് ദസ് വരുമ്പോഴാണ് അൻസ് ഉപയോഗിക്കുന്നത്. സോ ഇത് നമ്മൾ B1ന്റെ ഗ്രാമാറ്റിക് പോർഷനകത്ത് ഉള്ളൊരു പോർഷനാണ്. പിന്നെ അവർക്ക് എന്തെങ്കിലും ഇപ്പൊ ചിലവർ പറയത്തേ ഇല്ല ഓക്കെ ഹെൽപ്പ് വേണമെന്ന് വെച്ചാൽ ഇവർക്കുള്ളവർക്ക് ഹെൽപ്പ് വേണം എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. ആ സമയത്ത് നമുക്ക് പറയാം ഇഷ് ഹെൽഫെ ഈനൻ സും വാഷ്ബെക്കൻ, ഞാൻ നിങ്ങളെ വാഷ്ബെക്കൻ്റെ അടുത്ത് എത്തിച്ചേരാൻ ഹെൽപ്പ് ചെയ്യാം, അല്ലെ അവിടെ വരെ ചെല്ലുന്നതിന് ഹെൽപ്പ് ചെയ്യാം. ഇഷ് ഹിൽഫെ ഈനൻ സും വാഷ്ബെക്കൻ, ഇഷ് ഹിൽഫെ ഈനൻ സും വാഷ്ബെക്കൻ. ഇവിടെ സും വന്നത് സു പ്ലസ് ദം വന്നപ്പം സും, അതും ഗ്രാമാറ്റിക് തന്നെയാണ് കേട്ടോ B1. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഉള്ളവർ നമ്മള് കോക്ടെയിൽ വാഷും ചെയ്യുന്നത് ഇവിടെ ഉള്ള ദിവസവും കുളിക്കത്തില്ല. ഇവര് മീൻസ് അങ്ങനെയല്ല ഉദ്ദേശിച്ച് ഇവര് വാഷ് ലാപ്പ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പറ്റുവാണെങ്കിൽ ഞാൻ അതിന്റെ ഫോട്ടോ കാണിക്കാം. വാഷ് ലാപ്പ എന്ന് പറയും. സോ ഈ വാഷ് ലാപ്പയെ നനച്ച് ഇതിന്റെ അകത്ത് സൈഫെ എന്ന് വെച്ചാൽ സോപ്പ് യൂസ് ചെയ്ത് നമ്മൾ കോപ്പർ ടൈല് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും. ആദ്യം ഒന്ന് സൈഫെ യൂസ് ചെയ്യും, പിന്നെ നോർമൽ വാസർ ഉപയോഗിച്ച് അതൊന്ന് തുടച്ചെടുക്കത്തെ മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ സ്പഞ്ച് ബാത്ത് എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പാണ് ഇവിടെ കൊടുക്കുന്ന ബാത്തിൽ. ആ 7 ദിവസവും ഇവരെ ഫുൾ ബോഡി നമ്മൾ നാട്ടിലെ പോലെ കുളിക്കുന്ന ഡൂഷൻ എന്ന് പറഞ്ഞ പരിപാടിയില്ല. വാഷ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ്. സോ നമുക്ക് അവരോട് ചോദിക്കാം വോ ഹാവൻ സിയറെ വാഷ്ലാപ്പേ, എവിടെയാണ് നിങ്ങളുടെ വാഷ്ലാപ്പ ഇരിക്കുന്നത്? മിക്ക പേഷ്യൻസിനും അവരുടേതായ വാഷ്ലാപ്പയാണ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ കാണും, മിക്കവരും വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരും. ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ വോ ഹാബൻ സിയറെ വാഷ്ലാപ്പേ, എവിടെ നിങ്ങളുടെ വാഷ്ലാപ്പേ എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ വോ ഹാബൻസി ഇയറെ എന്ന് ചോദിച്ചാൽ ഇയറെ എന്ന് ചോദിച്ച് നമുക്ക് ആ കുളിക്കുന്ന സമയത്ത് വേണ്ട കുറച്ച് വേർഡ്സും കൂടെ എന്താണെന്ന് ഒരു യൂസ് നോക്കാം. ഹാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ടർക്കിയാണ്. നമ്മൾ വാഷ്ലാപ്പ കൊണ്ട് തുടച്ചതിന് ശേഷം നമ്മൾ പിന്നെ ടാപ്പ് ചെയ്തെടുക്കുന്ന ഹാൻഡ് ടു വെച്ചിട്ടാ. അപ്പൊ നമുക്ക് എങ്ങനെ ചോദിക്കാം വോ ഹാബൻസി ഇയർ ഹാൻഡ് ടു, എവിടെ നിങ്ങളുടെ ടർക്കി എന്ന് നമ്മൾ ചോദിക്കും. എവിടെ വെച്ചാൽ നിങ്ങളുടെ ടർക്കി എന്ന് നമ്മൾ നാട്ടിൽ ചോദിക്കുന്ന അതേ രീതി തന്നെ. ഇവിടെ മിക്കവരും ക്ലീൻ ഷേവാണ്, ഇവരെല്ലാ ദിവസവും ഡ്രിം ചെയ്തൊക്കെ നടക്കുന്നവരാണ്. സോ നമുക്ക് ചോദിക്കാം വോയിസ് റസിയർ അപ്പാരൻ. പിന്നെ ലാസ്റ്റ് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഹൗട്ട് ക്രീം യൂസ് ചെയ്യുക. സ്കിൻ ക്രീം, ഹൗട്ട് എന്ന് പറഞ്ഞാൽ സ്കിന്ന്, ക്രീം വോയിസ് ഹൗട്ട് ക്രീം എന്ന് നമുക്ക് ചോദിക്കാം, എവിടെ നിങ്ങളുടെ സ്കിന്നിലിടുന്ന ക്രീം. സോ ഇന്ന് നമ്മൾ കവറപ്പ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ പേഷ്യന്റിന്റെ ബെഡ് മഹൻ ചെയ്യാനും ബെഡ് വാഷ് അല്ലെങ്കിൽ നോർമൽ വാഷിന് ഉപയോഗിക്കുന്ന കുറച്ച് ആർട്ടിക്കിളും അപ്പോൾ ഉപയോഗിക്കുന്ന കുറച്ച് സെന്റൻസുകളാണ് പറഞ്ഞത്. സോ ഗൈസ്, നമ്മൾ നേരത്തെ ഈ വീഡിയോ തുടങ്ങിയ സമയത്ത് പറഞ്ഞു നമ്മൾ ഈ ജർമ്മൻ ലാംഗ്വേജും മെഡിക്കൽ ജർമ്മനും ഒന്നും കൂടാതെ തന്നെ നമ്മൾ ഒരു കാര്യം കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ അറിഞ്ഞിരിക്കണം. സോ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ഇവിടെ ജർമ്മൻസ് ഭയങ്കര പൊളൈറ്റ് ആയിട്ടാണ് ഉള്ള ആൾക്കാരാണ്. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴേക്കും നമ്മൾ താങ്ക് യു പറയാൻ സോറി പറയാനൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്, ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്ന് പറഞ്ഞാൽ എന്തിനും താങ്ക് യു പറയും, എന്തിനും താങ്ക് ഷോ താങ്ക് സർ, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പിറ്റേ ഷോ പിറ്റേ സർ, അതിങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇത് നമ്മൾ പേഷ്യൻസിന്റെ ഒക്കെ അടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ ഇവരായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് വേണ്ടതാണ്. സോ ഇതൊക്കെ ചെറിയൊരു കൾച്ചറൽ വേരിയേഷൻ മാത്രമാണ്. സോ ഈ ഒരു അഡാപ്റ്റേഷനും കൂടെ വേണ്ടിയായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു തരാം. അതുപോലെ തന്നെ ഇപ്പം ഇവർ ചില സെന്റൻസുകൾ ഉപയോഗിക്കുന്നവർക്ക് ദേഷ്യമാണ്, പ്രഷർ ഉണ്ടെന്നൊക്കെ പറയാനായിട്ട് ഇപ്പം ഇഷ് ഫ്യൂലം ഇഷ് ഹാസെ എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഹാസെ ഇത് മുയലിനെ പോലെ തോന്നുന്നു, പക്ഷെ ആ സെന്റൻസ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു ദേഷ്യം വരുന്നു. പക്ഷെ ഇപ്പൊ ഇത് എന്ന് പറയുന്നത് ഇവര് വളരെ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസാണ്. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഒരു സെന്റൻസ് നോർമലി കൺവേർട്ട് ചെയ്യാനാകത്തുള്ളൂ. പക്ഷെ ഇവരുടെ ഒരു കൾച്ചറിന്റെ ഒരു വ്യത്യാസം വെച്ച് നമ്മുടെ നാട്ടിൽ വളരെ എനിക്ക് പിടിച്ചിടിക്കാൻ തോന്നും, നമ്മളിങ്ങനെ പറയും. പക്ഷെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടിക്കണം എന്നുള്ളതൊന്നുമല്ല, നമുക്ക് ആ ദേഷ്യം വരുന്നു എന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. അതുപോലെ ഇവർക്ക് ദേഷ്യം എക്സ്പ്രസ് ചെയ്യുന്ന വേറെ രീതിയിലാണ്. സോ അതുപോലെ ഇവരുടെ ഒരുപാട് കാര്യങ്ങൾ ഇവർ എക്സ്പ്രസ് ചെയ്യുന്നത് കുറെ കൂടി കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. സോ നമ്മൾ ഇപ്പോൾ ഒരു സെന്റൻസ് കേട്ടാലും നമ്മൾ ആ സിറ്റുവേഷൻ വെച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റണം. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇത് പഠിക്കും. അതുപോലെ തന്നെ എനിക്കറിയാവുന്ന ഇതിപ്പം നമ്മൾ ഇപ്പൊ സംസാരിച്ച പോലെ തന്നെ ഇഷ് ഹാസെ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന കുറെ സെന്റൻസുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളായിട്ട് ഇനി വരുന്ന വീഡിയോകളിലൂടെ ഷെയർ ചെയ്യാം. അത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴേക്കും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മളെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പം